നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പപ്പടമാണ്. ചക്കപ്പപ്പടത്തിന് ആവശ്യമായ സാധനങ്ങൾ: ചക്ക, ഒരുവിധം മൂത്ത ചക്ക ആവിയിൽ വെച്ച് വേവിച്ചത്, ഒരു 10 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തത്. അതിൽ വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ട് അത് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കാണ്ട് അരച്ചാൽ തന്നെ അത് അരഞ്ഞ് കിട്ടും. പിന്നെ ഉപ്പ്, കുറച്ച് ഉപ്പ്, ജീരകം, എള്ള്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കായം. കുരുമുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ ഈ ചക്ക പരത്താനായിട്ട് എടുത്തിരിക്കുന്നത് വാഴയിലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോ പ്ലാസ്റ്റിൻ്റെ ഇലയിലോ പരത്താം. ഇലയിൽ കുറച്ച് എണ്ണ പുരട്ടി അതിലേക്ക് ഉരുള വച്ച് അതിൻ്റെ മീതെ വേറൊരു ഇല വച്ച് മൂടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് പരത്താം. എല്ലാ വശവും ഒരേപോലെ ആകുന്ന രീതിയിൽ വേണം പരത്താനായിട്ട്. കനം ഒരേ രീതിയിൽ വരണം. നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ വലിയ പ്ലേറ്റ് എടുത്താൽ മതി പരത്താനായിട്ട്. ഇങ്ങനെ പരത്തിയ പപ്പടം നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം മതിയാവും, അല്ലെങ്കിൽ 2 ദിവസം. നല്ലോണം ഉണങ്ങുന്ന വരെ ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. അങ്ങനെ ഉണക്കിയെടുക്കുന്ന പപ്പടം നമുക്ക് 1 വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാം. നമ്മുടെ ചക്കപ്പപ്പടം ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. സൂപ്പർ! എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യണം.